സിൽവർ ലൈൻ ട്രാക്കിലൂടെ ട്രെയിനും ജലാശയങ്ങളിലേക്ക് സീപ്ലെയിനും മാത്രമല്ല കേരളം ടൂറിസം കേന്ദ്രങ്ങളിൽ ഹെലിപ്പാഡ് ഉണ്ടാക്കും, അവിടെ ഹെലികോപ്റ്ററിൽ ഇറക്കുകയും ചെയ്യും. ഇനി വിദേശത്ത് വരുന്ന പ്രവാസികൾക്കും മറ്റ് വിനോദസഞ്ചാരികൾക്കും ആഭ്യന്തര സഞ്ചാരികൾക്കും കേരളത്തിൽ തലങ്ങും വിലങ്ങും ഹെലികോപ്റ്ററിൽ പറന്നു കിടക്കാം. ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനിലേക്ക് പറന്നിറങ്ങാം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാനുള്ള ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. കേരളത്തിന്റെ ഹെലി ടൂറിസം നയത്തിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇതോടെ കൂടുതൽ സംരംഭകർ ഹെലി ടൂറിസം മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്യും. ഹെലിപാഡ്, ഹെലിപോർട്ട്, ഹെലി സ്റ്റേഷൻ ഇവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിന്റെ ഹെലി ടൂറിസം പദ്ധതിക്ക് ഉണർവേകാൻ ഹെലി ടൂറിസം നയരൂപീകരണത്തിലൂടെ തീർച്ചയായും സാധിക്കും. കൂടുതൽ സംരംഭകർ ഇതോടെ രംഗത്ത് വരും. ആദ്യഘട്ടത്തിൽ ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലായിരിക്കും എയർ സ്ട്രിപ്പ് ഒരുക്കുക. കൊല്ലം അഷ്ടമുടി റാവിസ്, ചടയമംഗലം, ജഡായിപ്പാറ, മൂന്നാർ, തേക്കടി, കുമരകം, ചാലക്കുടി, എറണാകുളത്തെ സാജ് എന്നിവിടങ്ങളിലെ സ്വകാര്യ ഹെലിപ്പാഡുകളും ഉപയോഗിക്കും. 4 വിമാനത്താവളങ്ങളോട് ചേർന്നും ഹെലിപോർട്ടും സജ്ജമാക്കും. ഇവ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഹെലിപ്പാഡുകളുടെയും ഹെലി സ്റ്റേഷനുകളുടെയും ഫീഡറായി പ്രവർത്തിക്കും. ബേക്കൽ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഹെലി സ്റ്റേഷൻ നിർമ്മിക്കാനും ആലോചിക്കുന്നുണ്ട്. ഈ സംവിധാനം രക്ഷാപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും ഹെലിപ്പാഡും എയർ സ്ട്രിപ്പും ഹെലിപോർട്ടും ഹെലി സ്റ്റേഷനും ഒക്കെ നിർമ്മിക്കുക. പ്രവാസികൾക്ക് ഒരു വൻ നിക്ഷേപം കൂടിയായിരിക്കും ഇത്. കുറഞ്ഞ സമയം കൊണ്ട് സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാമെന്നതാണ് ഈ നെറ്റ്വർക്കിന്റെ ഗുണം. പുതിയ നയപ്രകാരം സ്വകാര്യ നിക്ഷേപകർക്ക് സ്വന്തം സ്ഥലങ്ങളിലോ സർക്കാർ ഭൂമിയിലോ ഹെലിപ്പാഡുകളും ഹെലിപോർട്ടുകളും എയർ സ്ട്രിപ്പുകളും നിർമ്മിക്കാൻ പ്രത്യേക സബ്സിഡിയും സർക്കാർ നൽകും. കുറഞ്ഞത് 2 ഹെലികോപ്റ്ററുകളെങ്കിലും കൈകാര്യം ചെയ്യാനും ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണി ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഹെലിപോർട്ടുകൾ നിർമ്മിക്കാം. സാധ്യതാ പഠനത്തിന് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റിനെ കണ്ടെത്താൻ കെയർറെയിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളം ഒരേ സമയം കരയിലും ആകാശത്തും ട്രാക്കിലും ജലത്തിലുമൊക്കെ വൻ വിപ്ലവത്തിനൊരുങ്ങുകയാണ്.